ചെട്ടിക്കുളങ്ങര ക്ഷേത്രം കാണാത്ത ആളുകളുണ്ടെങ്കിലും ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ട് നടക്കുമ്പോൾ എന്ന പാട്ട് കേൾക്കാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. പാട്ടിൽ പറഞ്ഞതുപോലെ തന്നെ നടന്ന് കാണാൻ മാത്രമുള്ള ഒരു ഉത്സവമാണ് ചെട്ടിക്കുളങ്ങര കുംഭഭരണി. മാത്രമല്ല യുനെസ്കോയുടെ ആദരവിന് വരെ പരിഗണനയിൽ വന്നിട്ടുള്ള ഒരു ഉത്സവമാണ് ഇത്. ഇപ്പോൾ ഉത്സവ സമയമല്ല, ഈ വർഷത്തെ കുംഭഭരണി കഴിഞ്ഞു. തൃശ്ശൂർ പൂരത്തിനേക്കാൾ വലിയ പൂരമാണ് എന്നുള്ളതാണ് നാട്ടുകാരെന്നോട് പറഞ്ഞത്. 13 കരക്കാർ ഒത്തുചേരുന്ന ചരിത്രപരമായും സാംസ്കാരികമായും വളരെ പ്രശസ്തിയും സവിശേഷതയുമുള്ള ഒരു ഉത്സവവും അമ്പലവുമാണ് ചെട്ടിക്കുളങ്ങര ടെമ്പിള്. ചാന്താട്ടം എന്നൊരു നേർച്ചയുടെ ഭാഗമായിട്ടുള്ള ചാന്ത് നിർമ്മിക്കുന്ന ഒരു സംവിധാനമാണ് ഈ കാണുന്നത്. ഇതാണ് കാഴ്ചക്കണ്ടം. 13 കരക്കാരും അവരുടെ കുതിരകളും തേരുകളൊക്കെ ആയിട്ട് ഇവിടെയാണ് എത്തുക. അമ്പലത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനും അറിയാനും കാണാനുമുണ്ട്. പക്ഷേ എനിക്കതിന് സമയമില്ല. കാരണം ഞാനിവിടെ വന്നത് ഈ മഹേഷേട്ടൻ്റെ വീട്ടിലെ കല്യാണം കൂടാനാണ്. മഹേഷേട്ടൻ ഈ വെള്ളവുമായി വന്നത് എന്തിനാണെന്നറിയോ? ഇതാ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഒരാളെങ്ങനെ ഫ്രഷ് മാങ്ങ ചെത്തി തിന്നണ്. അതായത് മഹേഷേട്ടൻ്റെ വീട്ടുമുറ്റത്ത് ഇതാ നല്ല മൂവാണ്ടം മാങ്ങ ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ് മാവുമ്മൽ. പിന്നെ ഒന്നും നോക്കിയില്ല, ഓരോന്നും അങ്ങനെ എടുത്ത് തീറ്റ തുടങ്ങിയിട്ട് ഞാൻ എത്രണ്ണം തിന്നു, ജയഫ്രാക്ക് എത്രണ്ണം തിന്നു എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടാൾക്കും കണക്കില്ല. അങ്ങനെ ഞങ്ങളുടെ ഈ തീറ്റ കണ്ടിട്ടാണ് മഹേഷേട്ടൻ വെള്ളവുമായിട്ട് വന്നിട്ടുള്ളത്. ബാൽക്കണിയിൽ ഇരുന്ന് ഈ മാങ്ങ ഇങ്ങനെ തിന്നുന്ന സമയത്താണ് വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ പന്തലിടുന്നത് റൂഫിംഗ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. കണ്ടോ, നമ്മളെ നാട്ടിലൊക്കെ ടാർപോളിൻ ഷീറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള ഷീറ്റുകൾ വലിച്ചു കെട്ടിയിട്ടാണ് പന്തൽ ഇടാറുള്ളത്. പക്ഷേ ഇവിടെ റൂഫിംഗ് ഷീറ്റ്, അലൂമിനിയം റൂഫിംഗ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് പന്തലിട്ടിട്ടുള്ളത്. വൈകുന്നേരം ഒരു 6 മണി ആയപ്പോഴേക്ക് വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ചായ റെഡിയാണ്. ഞങ്ങൾ ഓരോ ചായയൊക്കെ കുടിച്ച് തൊട്ടപ്പുറത്ത് ഇതാ പൊറോട്ടപ്പണി നടക്കുന്നുണ്ട്. അധികം വൈകാതെ നേരം ഇരുട്ടുന്നതിൻ്റെ മുന്നേ തന്നെ നല്ല തേങ്ങാക്കൊത്തിട്ട ചിക്കനും പൊറോട്ടയും വിളമ്പി തുടങ്ങി. ഞങ്ങളത് തിന്നും തുടങ്ങി. വീട്ടുകാർ വളരെ സജീവമായിട്ട് സന്തോഷത്തോടു കൂടി അതിഥികളായി വന്നിട്ടുള്ള ആളുകൾ ആഹാരം കഴിപ്പിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ പിന്നെ രാത്രി ഭക്ഷണവും കഴിച്ച് എല്ലാവരും പിരിഞ്ഞു. മഹേഷേട്ടൻ്റെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. നേരം വെളുത്തപ്പോൾ മഹേഷേട്ടൻ്റെ സുഹൃത്ത് വിനീഷേട്ടനും വന്നു. പിന്നെ കുറേ നേരം സൊറ പറഞ്ഞിരുന്നു. രാവിലെ 9 മണിക്കാണ് കല്യാണത്തിന് വേണ്ടി ഇവിടുന്ന് ഇറങ്ങേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് ഇറങ്ങുന്നതിൻ്റെ മുന്നേ വീട്ടിൽ നിന്നുള്ള ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു തുടങ്ങി. മഹേഷേട്ടൻ്റെ ഭാര്യ അമ്പിളി ചേച്ചിയും കുട്ടികളും എല്ലാവരും കൂടി ഇതാ ചെക്കൻ ശ്രീജിത്തിൻ്റെ ഒപ്പമുള്ള ഗ്രൂപ്പ് ഫോട്ടോ. അത് കഴിഞ്ഞ് ദക്ഷിണ വെച്ച് അനുഗ്രഹം വാങ്ങി ചെക്കൻ കല്യാണത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. 11:40-നും 12:10-നും ഇടക്കാണ് മുഹൂർത്തം. ഏതാണ്ട് 1 മണിക്കൂർ യാത്ര ഉണ്ട് ഇവിടുന്ന് പെണ്ണിൻ്റെ നാട്ടിൽ നമ്മുടെ കല്യാണം നടക്കുന്ന മണ്ഡപത്തിലേക്ക്. അങ്ങനെ അളിയനെയും കൊണ്ട് കല്യാണത്തിന് പോവാണ്. അളിയൻ്റെ റോള് അളിയൻ ഭംഗിയായിട്ട് തന്നെ തീർക്കുന്നുണ്ട്. ഞങ്ങളവിടെ എത്തി. ഇനി അങ്ങോട്ടുള്ള പല ചടങ്ങുകളും എനിക്ക് പറയാനറിയില്ല, നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടുകാർ ചെക്കൻ ശ്രീജിത്തിന്, പെണ്ണിൻ്റെ പേര് അശ്വതിയാണ്, അശ്വതിൻ്റെ വീട്ടുകാർ ശ്രീജിത്തിനെ സ്വീകരിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുന്നതും കല്യാണത്തിൻ്റെ താലികെട്ടും എല്ലാം ഇനി നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം. കല്യാണ മണ്ഡപത്തിലേക്ക് കയറി വരുന്ന എല്ലാ അതിഥികൾക്കും ഇതുപോലെ ചെറുനാരങ്ങ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്കും കിട്ടിയിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ.
അങ്ങനെ എല്ലാവരെയും സാക്ഷി നിർത്തി ശ്രീജിത്ത് അശ്വതിയെ താലി കെട്ടി വധുവായി സ്വീകരിച്ചു. ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവം ഇവർക്ക് വേണ്ടി ചൊരിയുമാറാകട്ടെ. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഗിഫ്റ്റുകൾ കൊടുക്കൽ തുടങ്ങി. ഗിഫ്റ്റ് കൊടുക്കുന്നവർക്കൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ ചെറുനാരങ്ങ ഇവർ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അളിയൻ്റെ കല്യാണം കഴിഞ്ഞുള്ള ആവേശത്തിലും സന്തോഷത്തിലുമാണ് മഹേഷേട്ടൻ. ഇനി നമ്മൾ നേരെ ഊട്ടുവരയിലേക്ക് പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ. നല്ല സദ്യയാണ്. സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും ഇതാ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചോറിന് വെയിറ്റ് ചെയ്യാണ്. അതിനിടയിൽ ഇതാ ചെറുപഴം വന്നു, പിന്നെ പപ്പടം വന്നു, ചോറ് വന്നു, കറി വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ചോറ്, സാമ്പാർ, പുളിശ്ശേരിയും കൂട്ടിയുള്ള ചോറ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പായസം വന്നു. 2 തരം പായസം വന്നു. അതിനുശേഷം മോര് വന്നു. അങ്ങനെ എല്ലാം കൂടി ഒരു കിടുക്കാച്ചി സദ്യ അടിച്ച് പൊളിച്ച് അങ്ങോട്ട് കഴിച്ചു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും ഒരു ചെറുനാരങ്ങ കിട്ടി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്ത് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവാണ്. ചെട്ടിക്കുളങ്ങര അമ്പലത്തിലെ ചില വിശേഷങ്ങളും ഒരു ആലപ്പുഴ കല്യാണ വിശേഷവുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.